ഹായ്, എല്ലാവർക്കും നമസ്കാരം. നൈജീരിയൻ ഡയറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, മുന്നേ ഞാൻ അങ്ങനെ കുറച്ച് സൈറ്റും ക്യാമ്പോ കാണിച്ചു. ഇത് വീക്കെൻഡിൽ പൊതുവേ ഉള്ള ചെറിയൊരു ചടങ്ങുകളാണ് ഞങ്ങളത്. ഒന്നുമില്ല, ചെറിയ രീതിയിൽ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുകയാണ്. വളരെ റെയറായിട്ടും അത് ഞങ്ങൾ ഉണ്ടാക്കാമല്ലോ. ഇത് എൻ്റെ കൂടെയുള്ളൊരു മലയാളിയാണ്. പുള്ളിയാണ് ഇന്നത്തെ കുക്ക് ആക്ച്വലി. അപ്പോൾ ഇന്ന് പുള്ളി ഉണ്ടാക്കുന്നത് എനിക്കൊന്ന് മുരിങ്ങയിലയും മുട്ടയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഐറ്റമാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കിയേ, കൊള്ളാവോ? എനിക്ക് നാട്ടിലൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആണ് തോന്നുന്നു അല്ലേ. ഞങ്ങളങ്ങനെ വലിയ കുക്കറൊന്നുമല്ല, എന്നാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ഞങ്ങളെ അവിടെയുള്ളൊരു ഫിലിപ്പീനാണ്. പുള്ളി ഇത് കണ്ടിട്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് കണ്ടോ. പൊതുവെ ഫിലിപ്പീൻസുകൾ കുക്ക് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം എന്താണെന്ന് എനിക്കറിയില്ല, അവർ പൊതുവെ കുക്കിങ് ചെയ്യാറില്ല. പൊതുവെ അവരാണ് ഈ പന്നിയൊക്കെ മുഴുവനായിട്ടും ഗ്രില്ല് ചെയ്ത് കുക്ക് ചെയ്യുന്ന പരിപാടി അവരാണ് ചെയ്യാറ്. ഞങ്ങൾ വളരെ റെയറായിട്ട് മാത്രമേ കുക്ക് ചെയ്യാറുള്ളൂ, കാരണം ഞങ്ങൾ മെസ്സുള്ള ഫുഡ് തന്നെ കഴിക്കാറ്. വല്ലപ്പോഴും ഒക്കെ ഇരുന്ന് കുക്ക് ചെയ്യും. അപ്പോൾ ഫിലിപ്പീനുകൾക്ക് വളരെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത് ഞങ്ങളെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ബാസ്കറ്റ്ബോൾ കളിക്കുന്നതാണ്. പുള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ ബാസ്കറ്റ്ബോൾ കളിക്കും. എനിക്ക് തോന്നുന്നു ഫിലിപ്പീനുകളും കൊറിയൻസൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു ബാസ്കറ്റ്ബോളാണ്, ഗെയിമാണ് ബാസ്കറ്റ്ബോൾ. നമ്മുടെ നാട്ടിൽ ഇത്ര വലിയ പതിവല്ല തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ബാസ്കറ്റ്ബോളിനൊക്കെ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ ആണല്ലോ നമ്മൾ. പക്ഷേ ഇവിടെ പൊതുവെ സ്ഥിരമായിട്ട് ഇവർ കളിക്കുന്ന ഒരു ഐറ്റമാണിത്, ബാസ്കറ്റ്ബോൾ. ഇത്ര നന്നായിട്ടുണ്ട് പുള്ളിക്കാരൻ ആ ബോൾ ഇടുന്ന നോക്കി. ഞാനത് ഒരുപാട് ട്രൈ ചെയ്തു കേട്ടോ, ഒന്നുപോലും വീണിട്ടില്ല. എനിക്ക് തോന്നുന്നു നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രം പറ്റുന്നൊരു പരിപാടിയാണിത്. ഇത് ആക്ച്വലി ഒരാളല്ല കേട്ടോ, ഒരുപാട് പേര് കളിക്കാറുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു ആൾക്കാർ വരാൻ പോകുന്നേ ഉള്ളൂ. ഇത് ഏകദേശം ഒരു 6-6:30 എടുത്തൊരു വീഡിയോ ആണ്. രാത്രി നമുക്ക് മൊത്തമായിട്ടൊരു കോട്ടൻ്റെ ഫീൽ ഉണർത്തുന്ന രീതിയിൽ മൊത്തം ലൈറ്റൊക്കെ സെറ്റ് ചെയ്താണ് ഒരു പരിപാടി കേട്ടോ. അടുത്ത വീഡിയോ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇത് ഫിലിപ്പീൻസിൽ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാം കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ. എങ്ങനെയുണ്ട് സംഭവം? പൊളിച്ചില്ലേ? ഞാനതാ പറഞ്ഞത്, ഫിലിപ്പീൻസുകൾ ആക്ച്വലി നമ്മളെപ്പോലെ വളരെ നന്നായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുന്നവരാണ്. കിടന്നുറങ്ങാൻ അല്ലെങ്കിൽ തല്ലുകൂടുക ഈ പരിപാടിയൊക്കെയാണ്. പക്ഷേ ഇവരെങ്ങനെയാണ് നോക്കിയത്, അത്യാവശ്യം നന്നായി അടിക്കും, നന്നായിട്ട് പാട്ടൊക്കെ. എനിക്ക് തോന്നുന്നു എല്ലാവരും ഗായകന്മാരാണ്. 1-2 പേരിൽ എല്ലാവരും നന്നായിട്ട് പാടുന്നതാണ്. അവരൊക്കെ ഇംഗ്ലീഷ് സോങ്സുകൾ വളരെ നന്നായിട്ട് പാടും. അവർ അത്യാവശ്യം നന്നായി പാടി രാത്രി ഒരു 2 മണിക്കൊക്കെ വേണ്ടി പാട്ടും കച്ചേരിയൊക്കെ സ്ഥിരമാണ് ഇവിടെ. ചിലപ്പോഴൊക്കെ നമുക്ക് ശബ്ദം വളരെ ബോറടിക്കാം, പക്ഷെ വളരെ നിവൃത്തിയില്ല. ആകെ 2 മലയാളികൾ മാത്രമേ ഉള്ളൂ, മെജോറിറ്റി ഇവരായതുകൊണ്ട് ഞങ്ങൾ സഹിക്കുകയാണ്. ഇവരുടെ പാട്ട് ചിലപ്പോഴൊക്കെ നമുക്ക് ഒരു ആശ്വാസമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള പരിപാടിയൊക്കെ വേണം കേട്ടോ, എൻജോയ് ചെയ്യാൻ. എല്ലാവരും ഒന്നിച്ച് പാട്ടുകൾ പാടുക, ഷെയർ ചെയ്യുക, ഇതൊക്കെ നമുക്ക് ഇല്ലാത്തതിൻ്റെ